മക്കളെ, നമ്മൾ സെമസ്റ്റർ 1 എംകോമിൻ്റെ പുതിയൊരു സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. സബ്ജക്റ്റിൻ്റെ പേരിങ്ങനെയാണ്: പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ അത്രയ്ക്ക് വലിയ പ്രയാസമുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല ഇത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ആ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് എൻ്റെ മക്കൾ ബുക്കിലിട്ടൊന്ന് കുറിച്ച് വെച്ചേ. രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരാണ് പ്ലാനിംഗ് മെക്കാനിസം ഇൻ ഇന്ത്യ. നമ്മുടെ രാജ്യത്തിൻ്റെ പ്ലാനിംഗ് മെക്കാനിസം, നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്ലാനിംഗ് മെക്കാനിസം നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് പഠിച്ചാലോ എൻ്റെ പൊന്നു മക്കൾ? വാ. ഇവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തുവാണ് എക്കണോമിക് പ്ലാനിങ്. അതിൻ്റെ ഒരു മീനിങ്ങാണ് പഠിക്കാൻ പോകുന്നത്. എക്കണോമിക് പ്ലാനിങ് എന്തുവാണ്, അതിൻ്റെ ഒരു ചെറിയൊരു മീനിങ് പഠിക്കാൻ പോവുകയാണ്. ഒന്നുമില്ല, പ്ലാനിങ് എന്തോ നമ്മൾ പണ്ടൊക്കെ പഠിച്ചതാണ്, ബിസിനസ് സ്റ്റഡീസിലുമൊക്കെ പഠിച്ചതാണ്. സെമസ്റ്റർ 1 മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സിലൊക്കെ പഠിച്ചത് നമ്മൾ മാനേജ്മെൻറ്റ് പ്ലാനിങ്ങാണ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക് പ്ലാനിങ്. എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് പറയാം മക്കളെ? മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയെ. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. എന്തിനെ? നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമി, നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കി, എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതൊരു പ്രോസസ്സാണ്. എന്ത് മക്കളെ? ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. എന്തിനാണ് മാനേജ് ചെയ്യും, കൺട്രോൾ ചെയ്യും ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമി, എ കൺട്രി എക്കോണമി. എങ്ങനെയാണെന്നറിയാമോ അത് ചെയ്യുന്നത്? ബൈ മേക്കിംഗ് ഡിസിഷൻ എബൌട്ട് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് സെറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത് ടാർഗറ്റ്സ്. അത് വന്നപ്പോൾ ഒന്ന് കറങ്ങിപ്പോയില്ലേ? ഒന്നുമില്ല, ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. എന്തുവാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയെ. എങ്ങനെ? തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്. എന്തിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ? നമ്മുടെ റിസോഴ്സിൻ അലോക്കേഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്. റിസോഴ്സ് അലോക്കേഷൻ, നമ്മുടെ രാജ്യത്തെ റിസോഴ്സില്ലേ, അതെങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ രാജ്യത്തിൻ്റെ റിസോഴ്സുകൾ എങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം, അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് എക്കണോമിക് പ്ലാനിങ് മുന്നോട്ട് വരുന്നത്. ബൈ മേക്കിംഗ് ഡിസിഷൻ എബൌട്ട് റിസോഴ്സ് അലോക്കേഷൻ. അതുമാത്രമാണോ? അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് ടാർഗറ്റും ഇതിലൂടെ അവർ നിശ്ചയിക്കും. പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ടാർഗറ്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ എക്കണോമിക് പ്ലാനിങ്ങിൽ എന്തുവാണ് ടാർഗറ്റ്? നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയുടെ ഗ്രോത്ത് ടാർഗറ്റാണ്. ഗ്രോത്താണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. എന്തുവാണ്? നമ്മുടെ കൺട്രിയിലെ എക്കോണമിയെ, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയെ. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ആദ്യം തീരുമാനങ്ങൾ എടുക്കുന്നു. എന്തിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്? റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം, നമ്മുടെ രാജ്യത്തിൻ്റെ റിസോഴ്സിനെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം. അതുമാത്രമാണോ? അവർ എന്തും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിൻ്റെ ടാർഗറ്റ് കൂടി ഇതിലൂടെ അവരെന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് എന്ന് പഠിച്ചേ. എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ഓഫ് മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞിട്ട് പിള്ളേരെ, എക്കണോമിക് പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. എന്തിനെ? നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയെ, കൺട്രീസ് എക്കോണമി. എങ്ങനെയാണ് അത് കൺട്രോൾ കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുന്നത്? ബൈ മേക്കിംഗ് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്. എന്തിനെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നത്? ഡിസിഷൻ അബൌട്ട് റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം. അത് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, സെറ്റ് ചെയ്യുന്നു. എന്തോ സെറ്റ് ചെയ്യുന്നു? എക്കണോമിക് ഗ്രോത്ത് ടാർഗറ്റ്. അപ്പോൾ ഒന്നും കൂടെ വായിച്ച് നോക്കി. എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് ഓഫ് എന്തുവാ മക്കളെ? മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. എന്തിനെ? കൺട്രിയുടെ എക്കോണമിയെ. എങ്ങനെ? ബൈ മേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് എന്തിനെക്കുറിച്ച്? റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് എന്ത് സെറ്റ് ചെയ്യുന്നു? എക്കണോമിക് ഗ്രോത്ത് ടാർഗറ്റ്. അപ്പോൾ ഒന്നും കൂടെ പഠിച്ചേടാ. എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈസ് ദ പ്രോസസ് ഓഫ് മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു ഒരു രാജ്യത്തിൻ്റെ, കൺട്രിയുടെ എക്കോണമിയെ. എങ്ങനെ? ബൈ മേക്കിംഗ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്. എന്തിനെക്കുറിച്ചുള്ള തീരുമാനം? ഡിസിഷൻസ് അബൌട്ട് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് എന്ത് സെറ്റ് ചെയ്യുന്നു? എക്കണോമിക് ഗ്രോത്ത് ടാർഗറ്റ്. ഒന്ന് വായിച്ച് നോക്കിയേ. ഇനി ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ്. എക്കണോമിക് പ്ലാനിങ്ങിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇതിൻ്റെ മീനിങ്ങിനകത്ത് ഇതും കൂടെ ചേർത്തെഴുതണം കേട്ടോ. അപ്പോൾ എക്കണോമിക് പ്ലാനിങ്ങിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നു, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ എക്കണോമിക് ഡിസിഷൻസ് എടുക്കുന്നു, സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു, ഓരോ റീജിയണിലും എക്കണോമിക് പ്ലാനിങ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നു, എക്കണോമിക് ഡിസിഷൻസ് എടുക്കുന്നു,
സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു, റീജിയണൽ ഓരോ റീജിയൻ്റെയും എക്കണോമിക് പ്ലാനിങ് കൊണ്ടുവരുന്നു. റീജിയണൽ എക്കണോമിക് പ്ലാനിങ് ഓരോ റീജിയണിലും പ്ലാൻ കൊണ്ടുവരുന്നു. റീജിയൻ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് അറിയാം, കുട്ടികൾക്ക് റീജിയൻ അറിയാതിരിക്കുമോ. അപ്പോൾ റീജിയണൽ എക്കണോമിക് പ്ലാനിങ് നടത്തുന്നു. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് എക്കണോമിക് പ്ലാനിങ്. അപ്പോൾ എക്കണോമിക് പ്ലാനിങ്ങിനകത്ത് എന്തൊക്കെ വരുന്നു? റിസോഴ്സ് അലോക്കേഷൻ വരുന്നു, മേജർ എക്കണോമിക് ഡിസിഷൻസ് എടുക്കുന്നു, സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു, റീജിയണൽ എക്കണോമിക് പ്ലാനിങ് കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ മീനിങ് ഇത്രയുള്ളൂ. എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് ഓഫ് എന്തുവാണ്? മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു എക്കോണമി, കൺട്രിയുടെ എക്കോണമി എങ്ങനെയാണ്? ബൈ മേക്കിംഗ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്. എന്തിൻ്റെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ്? റിസോഴ്സ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്. അത് മാത്രമാണോ? അല്ല, സെറ്റ് ചെയ്യുന്നു എക്കണോമിക് ഗ്രോത്ത് ടാർഗറ്റ്. ഇതിനകത്ത് എന്തൊക്കെ വരുന്നു? റിസോഴ്സ് അലോക്കേഷൻ വരുന്നു, മേജർ എക്കണോമിക് ഡിസിഷൻസ് വരുന്നു, സോഷ്യൽ റിസർച്ച് വരുന്നു, റീജിയണൽ എക്കണോമിക് പ്ലാനിങ്ങും വരുന്നു. ഒന്ന് വായിച്ച് നോക്കിയേ.